Moving to the next set of categories, this is the best debutant actor. ആക്ച്വലി ഈ ഒരു നോമിനേഷൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് എത്ര നല്ല സുന്ദരന്മാരാണ് പുതിയ ആക്ടേഴ്സ് ആയിട്ട് ഡെബ്യൂ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. ശരിക്കും നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു അവാർഡ് നൽകുന്നതിനായിട്ട് നമുക്ക് ആദ്യം രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. Yes. ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് വിഷ്ണു ഇന്ദൂരി ആൻഡ് ഓൾസോ തിരുമൽ റെഡ്ഡി ഓൺ ടു ദ സ്റ്റേജ് ടു ഗിവ് അവേ ദിസ് അവാർഡ്. I would like to call my associate A. Thirumal Reddy. Mr. A. Thirumal Reddy, Sirs, welcome sir. And debut actor, male, Malayalam. Pantaloon Saima, best debut actor, male, Malayalam goes to Pranav Mohanlal. let's give a big round of applause to Pranav Mohanlal. But guys, പ്രണവ് ഇവിടെ ഇന്ന് വന്നിട്ടില്ല ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ്. അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഫാദർ ഹിസ് ഡാഡ് ഇസ് ഹിയർ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. സോ ഐ റിക്വസ്റ്റ് ലാലേട്ടൻ ടു പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ് ടു റിസീവ് ദിസ് അവാർഡ് ഓൺ ബിഹാഫ് ഓഫ് പ്രണവ് മോഹൻലാൽ. I'm feeling like a proud father. നമ്മുടെ ഈ വേദിയിൽ കുറേ സാധനങ്ങൾ നടക്കുന്നുണ്ട്, ഡാൻസ്, പാട്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. Yes. പക്ഷെ എനിക്ക് മനസ്സിൽ കുറേ നേരമായിട്ട് ഒരു ഫീലിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഇവിടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ധനുഷ് സർ ഇസ് ഹിയർ, അനിരുദ്ധ് ഇസ് ഹിയർ. They both create magic. Absolutely. യൂട്യൂബിൽ ഏറ്റവും വൈറലായ ഒരു പാട്ട് ഇവരാണ് ഉണ്ടാക്കിയത്. Why this കൊലവരി. അപ്പൊ ഈ പാട്ട് ഇവരുടെ അടുത്ത് നിന്ന് തന്നെ ഇവർ ഇത്രയും അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി I request Dhanush sir and Anirudh, both of you to please come on stage and perform that song live for us once, please. So friends, ladies and gentlemen, all in Qatar, all people who are watching over here, Thank you. നല്ലൊരു കൈ കൊടുത്തവർ ധനുഷിനും അനിരുദ്ധിനും വീണ്ടും സ്വാഗതം ഈ വേദിയിൽ ഒരുമിച്ച്. Well, ladies and gentlemen, you are still with the Pantaloon Saima 2019, co-presented by Hello App. Oli, എന്തുപറ്റി? ഫുൾ ഡാർക്കാടാ, എന്തുപറ്റി? ലൈഫ് ഫുൾ ഡാർക്ക് അടിച്ചിരിക്കുകയാണ്. സീരിയസ്ലി? സീരിയസ്ലി പേളി ആക്ച്വലി കുറച്ച് ഡള്ളായിരിക്കണം. ഈ പേളി കുറച്ച് എനർജി വേണം എനിക്ക്. പേളിയോട് ഏറ്റവും ഇഷ്ടമുള്ളവര് എത്ര പേരുണ്ടെന്ന് അറിയട്ടെ. എന്നെ ടെൻഷൻ ആക്കരുത്, ആരും കൈവക്കിയില്ലെങ്കിൽ ഞാൻ ചാമ്പും. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ആ ലൈറ്റ്സ് ഒക്കെ ഇട്ടാൽ You mean the torch? Please, ആ torch ഒന്ന് എത്രമാത്രം ഇഷ്ടം ഇവിടെ ഉണ്ടെന്ന് അറിയട്ടെ. Oh my God! Wow, thank you so much audience. അപ്പോൾ ഈ എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്, Best actor in a Negative role. To do the honors, I would like to call upon Sita Raman and Samiksha to kindly come over to the dais and announce the winners. The best actor in a negative. Good evening everyone, Vanakkam, Assalamu alaikum Doha. I hope you're enjoying the evening, yes? So here's the next award. Pantaloon Saima, best actor in a negative role, Malayalam, goes to Sharafuddin. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഓക്കെ, നല്ല നല്ല കോമഡി ക്യാരക്ടേഴ്സ് ഇപ്പം നമ്മുടെ പ്രേമത്തിലാണെങ്കിലും പ്രേതത്തിലാണെങ്കിലും എല്ലാത്തിലും നല്ല കോമഡി, കുറേ ചിരിക്കാനുണ്ട്. ഇങ്ങനത്തെ റോൾസ് ചെയ്തിട്ട് വരുത്തനില് ഒരു ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടർ, അതായത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ വെറുത്തു അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ എന്തിനാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തത്? നമുക്ക് കോമഡി ഒക്കെ പോരായിരുന്നോ? എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും വലിയ റോൾ മോഡലായ ലാലേട്ടൻ ആദ്യമായി ചെയ്തത് നെഗറ്റീവ് റോളാണ്. കറക്റ്റ്. അതിൽ നിന്നാണ് ശരിക്കും എനിക്ക് നെഗറ്റീവ് റോൾ വന്നപ്പോഴൊക്കെ കുറേ കൺഫ്യൂഷൻ എല്ലാ ആർട്ടിസ്റ്റുകളെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞു വരണമല്ലോ, അപ്പോൾ അങ്ങനെയാണല്ലോ നിലനിൽക്കാൻ പറ്റും. അപ്പോൾ പക്ഷെ ആദ്യം ഈ നെഗറ്റീവ് റോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ എങ്ങനെയാ തോന്നിയത്? ഡിഡ് യു തിങ്ക് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എനിക്ക് എന്താ പറയുക, ഈ സിനിമയുടെ സംവിധായകനായ അമൽ നീരദിനോടാണ് എനിക്ക് ആദ്യം താങ്ക്സ് പറയാനുള്ളത്. കാരണം
നമ്മൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊരു കഥാപാത്രം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആദ്യത്തെ സിനിമ കിട്ടി, ആ സിനിമയിൽ വിളിച്ചു, അതൊരു നെഗറ്റീവ് റോളായിരുന്നു. അത് ഇത്രയും നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വേറൊന്നുമില്ല, അത് ഞാൻ ചെയ്യാവുന്ന പോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഷറഫു. താങ്ക് യു. നല്ലൊരു കൈഡി Thank you. ഷറഫുദ്ദീൻ.